കേരളത്തിലെ മുഴുവൻ ഗതാഗതങ്ങളും അതിൻ്റെ അകത്ത് വരുമെന്നും അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം വരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ വളരെ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കൃത്യമായി ഇവരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടേതായ മര്യാദ കീപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ അതിന്റെ ബാക്കി ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കും, MVD-ക്കാർ തന്നെ അനുഭവിക്കും. ആണോ? ഒരു റോബിൻ മോട്ടോഴ്സ് ബസ് ഇങ്ങനെ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. അത് ഒരുപാട് ദിവസത്തെ സമരത്തിന് ശേഷം ഒരു ബസ് താങ്കൾ തിരിച്ചുവിട്ടിരിക്കുകയാണ്. ആ ബസ് റോഡിൽ ഇറങ്ങിയ ദിവസം തന്നെ താങ്കൾക്ക് വേണ്ടി ശക്തമായി കേസുകളിൽ മുന്നോട്ട് പോയ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആന്റണി രാജുവും പടിയിറങ്ങിയിരിക്കുകയാണ്. അടുത്ത ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ KB ജനേഷ് കുമാർ. താങ്കൾക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം ബസ് ഇറങ്ങിയ ദിവസം തന്നെ മന്ത്രി രാജിയും വെക്കുന്നു. എന്തായാലും അതൊരു കോയിൻസിഡൻസ് എന്ന് പറയാനേ ഉള്ളൂ. ഞാനൊന്നും വെച്ചതല്ല, അതൊരു ദൈവനിശ്ചയമായിരുന്നു. ഒരു സംസ്ഥാനത്തിലെ വാഹനത്തിന്റെ അല്ലെങ്കിൽ പൊതുഗതാഗത മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാല് KSRTCയുടെ മന്ത്രിയാണ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം. എന്തായാലും അതല്ല. ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ഗതാഗതങ്ങളും അതിൻ്റെ അകത്ത് വരുമെന്നും അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം വരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ വളരെ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്തായാലും നല്ല തീരുമാനങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റോബിൻ മോട്ടോഴ്സ് നാളെ വീണ്ടും സർവീസ് തുടങ്ങണം. അപ്പൊ MVD പറഞ്ഞു വെച്ചാൽ ഇനിയും നിയമം തെറ്റിച്ചാൽ അവർ ബസ് പിടിച്ചെടുത്താണ്. അപ്പൊ താങ്കളെ വീണ്ടും വെല്ലുവിളിക്കുകയല്ലേ അവര്? എന്നെ വെല്ലുവിളിക്കാനല്ലേ അവർക്ക് പറ്റുള്ളൂ. അപ്പം സാധാരണക്കാരനെ വെല്ലുവിളിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലം അല്ലെങ്കിൽ അവരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. അവര് ഈ ടിപ്പറുകാരെയും വഴിയെ നടക്കുന്ന ഓട്ടോറിക്ഷക്കാരെയും ഇല്ല ബൈക്കുകാരെയും ഒക്കെ പേടിപ്പിച്ചല്ലേ പഠിച്ചിട്ടുള്ളൂ. അത് തന്നെ എൻ്റെ അടുത്തും പ്രയോഗിക്കാൻ നോക്കിയതാണ്. അത് ഇപ്പൊ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന ഒരു ഇതിൽ ഞാനൊന്ന് കണ്ടാല് ഫസ്റ്റ് വിക്കറ്റ് പോയിട്ടുണ്ട്, പുറകെ വിക്കറ്റുകൾ എത്ര പോകാനുണ്ടെന്ന് നമുക്ക് നോക്കാം. താങ്കൾ നാളെ ബസ് ഓട്ടിക്കുമ്പോൾ എന്തായാലും MVD റോഡിൽ കാണും പ്രതീക്ഷയുണ്ടല്ലോ? തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, അവരവരുടെ ജോലി ചെയ്യണമല്ലോ. എന്റെ വാഹനം മാത്രമല്ല റോഡിൽ ഓടുന്നതെന്ന് കഴിഞ്ഞ ദിവസം എന്റെ കേസ് പരിഗണിക്കവേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞായിരുന്നു. അത് അവിടെ ഇരിക്കുന്ന പ്രോസിക്യൂട്ടർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി ഇവരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടേതായ മര്യാദ കീപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ അതിന്റെ ബാക്കി ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കും, MVD-ക്കാർ തന്നെ അനുഭവിക്കും. എനിക്ക് ഭയമൊന്നും കാണുകയില്ല. ഞാൻ ഇതുവരെ സർവീസ് നടത്തിയത് കൃത്യമായിട്ടാണ്. എന്നിട്ട് കുറെ കള്ള കംപ്ലൈന്റുകൾ എഴുതി അത് കോഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു അതിന്റെ ഫൈൻ അങ്ങ് അടച്ചോ. ഫൈൻ അങ്ങ് അടച്ചിട്ട് അണ്ടർ പ്രൊട്ടസ്റ്റ് ആ പൈസ തിരിച്ചു മേടിക്കാം. അല്ല ഇപ്പൊ മാധ്യമങ്ങൾ പറഞ്ഞ വാർത്തയാണ് റോബിൻ ബസിന് ഉള്ളിലുണ്ടായിരുന്ന സ്വർണവും പൈസയും പോയിന്ന് വാർത്തയുണ്ട്. അത് എന്താണ് സത്യാവസ്ഥ? അത് ഇവന്മാര് കൈക്കൂലി മേടിച്ചില്ലേ പഠിച്ചിട്ടുള്ളൂ. ടിപ്പറുകാരോടാണെങ്കിലും ലോറിക്കാരോടാണെങ്കിലും ഏതവന്റെയും ഇനിയിപ്പം ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി മരിച്ചുപോയി, ഒരു അപകടത്തിൽ മരിച്ചുപോയി, ആ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴും ഇവന്മാര് കാശല്ലേ ഇനി മേടിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ചത്തവന്റെ ശവം തിന്നാനും മടിയില്ലാത്തവന്മാരാന്ന് മൊത്തത്തിൽ എനിക്ക് മനസ്സിലായത്. പിന്നെ അത് ഇപ്പം പുതിയ കുറച്ച് പിള്ളേർ കയറിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ച്, കാരണം അവർക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. കുറെ സോഷ്യൽ മീഡിയയില് കുറെ പോസ്റ്റുകൾ ഇടണം. കാരണം പുതിയതായിട്ട് കയറിയിരിക്കുന്ന കുറെ എണ്ണം ഈ യോഗ്യത ഇല്ലാത്തവന്മാരാണെന്ന് തന്നെ പറയാം. കാരണം ഇവർ ഈ കോടതി ഉത്തരവ് ഒന്നും വായിച്ച് മനസ്സിലാക്കാനോ അത് അതിനെക്കുറിച്ച് വ്യാഖ്യാനം നടത്താനോ ഒന്നും ഉള്ള വിവരം കൊണ്ടൊന്നും തോന്നുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കോടതി ഉത്തരവ് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയല്ലോ തെറ്റായിട്ട്. ഇപ്പൊ ബസ് താങ്കൾക്ക് തിരിച്ചിട്ടിരിക്കാം. ശബരിമലയില് യാത്രയെ പറ്റി നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു ശബരിമല സർവീസ് പ്രതീക്ഷിക്കാമോ? ശബരിമല സർവീസ് ഇപ്പോഴത്തെ സാഹചര്യത്തില് പ്രതീക്ഷിക്കണ്ട. എന്താന്ന് വെച്ചാൽ അതിന്
അവർ സൈറ്റ് ബ്ലോക്ക് ആക്കിയിട്ടേക്കാണ്. കാരണം നമ്മൾ എന്റെ പുതിയ പെർമിറ്റ് എടുക്കാൻ നിൽക്കുന്ന വണ്ടികൾക്ക് സൈറ്റ് ബ്ലോക്ക് ഉണ്ട്. അവര് തരില്ല. അവര് ഈ മണ്ഡലകാലം കഴിയുന്നതിനും വരെ അവർ തരില്ല. ഇതിനെ ഈ ഒരു വണ്ടിക്ക് കോടതിയിൽ പോയി ഉത്തരവ് മേടിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇതിന് സൈറ്റ് ബ്ലോക്ക് മാറ്റിയത്. ഇനി മറ്റേത് അപേക്ഷ കൊടുത്ത് കോടതിയിൽ പോയി തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കോടതികൾ മാത്രം മതിയില്ല ഭരിക്കാൻ. ഒരിക്കലും ഒരു മണ്ഡലകാലത്തും കാണാത്ത ഒരു അത്ഭുതമായ ഒരു നിയന്ത്രണമാണ് ഈ വണ്ടികൾക്കെതിരെയുള്ളത്. കാരണം വണ്ടികൾ മണിക്കൂറോളം ശബരിമല പിടിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് അശാസ്ത്രീയമായ രീതിയിൽ അവിടുത്തെ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. കാരണം ഈ തീ തുപ്പുന്ന അല്ലെങ്കിൽ കരിവണ്ടി പോലത്തെ കുറെ KSRTC ബസ് കൊണ്ടുപോയിട്ടിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാണുന്നത്. മാന്യമായ പൊതുഗതാഗത സംവിധാനം അവിടെ ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ. ഇല്ല, നല്ല നല്ല തീരുമാനങ്ങൾ എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാകുകയല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ കുറെ കൺഫേർഡ് IASകാരും ഇല്ലെങ്കിൽ കൺഫേർഡ് IASന്റെ ആൾക്കാരും പിന്നെ ഈ ML തന്നെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരെ ശ്രദ്ധിച്ചോ, അവരൊക്കെ ഈ ഡിപ്ലോമയും അതുപോലെ പോളിടെക്നിക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ബിടെക് കിട്ടി അല്ലെങ്കിൽ നല്ല ഡിഗ്രി ഉള്ളവനെ ഇവിടെ എടുക്കുകയല്ല. കാരണം അവൻ രാജ്യം വിടുക. എന്തുകൊണ്ടാ? ഇവിടുത്തെ വ്യവസ്ഥിതി അതുപോലെയാണ്. പിന്നെ ഉള്ളത് ഇവിടെ ഈ പറഞ്ഞ കുറച്ച് ധാർഷ്ട്യവും കുറച്ച് മോശപ്പവറും ഒക്കെ ഉള്ള കുറച്ച് ഉദ്യോഗസ്ഥര്. അത് പാവം ഓട്ടോറിക്ഷക്കാരുടെയോ അല്ലെങ്കിൽ ടിപ്പറുകാരുടെ ഒക്കെ തല വലിഞ്ഞു കയറും. അങ്ങനെ എന്റെ അടുത്തും വലിഞ്ഞു കയറിയതാണ്. പക്ഷെ ഞാനിത് വിട്ടിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ വിക്കറ്റ് പോയി, അടുത്ത വിക്കറ്റ് പുറകെ പോകുന്ന ആരാണെന്ന് മാത്രം നോക്കുക. അതേ ഞാനും പറയുന്നു. ഇന്നലെ KB ജനേഷ് മാധ്യമങ്ങളിൽ പറഞ്ഞ സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കുള്ളൂ എന്ന് പറയും. അപ്പൊ താങ്കൾക്കും ഉറപ്പുണ്ടോ റോബിൻ മോട്ടോഴ്സിന്റെ കൂടെ KB ജനേഷ് കുമാറിലാണോ? ഞാൻ പറഞ്ഞല്ലോ, ആരും എന്റെ കൂടെ വരരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത് അത് ആദ്യം ഞാൻ പറയുന്നുണ്ട്. ഞാൻ നിയമമാണ് പറയുന്നത്. ആ നിയമം ദുർവ്യാഖ്യാനം ചെയ്തത് ഞാനാണെന്ന് അവരാണെന്ന് ഞാനും പറയുന്നു. അതിപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതി ഏതാണ് ദുർവ്യാഖ്യാനം എന്നുള്ളത് ഒരു ഉത്തരവിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ബാക്കി ഏതാനും ദിവസം അത് കോടതി തന്നെ തെളിയിക്കും. അപ്പൊ നമ്മുടെ ദുർവ്യാഖ്യാനി അന്നേരം കട്ടയം പടവായിട്ട് മടങ്ങിപ്പോകും. അത്രേ ഉള്ളൂ. ഒരുപാട് നന്ദി.